ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളുമായി താൻ നടത്തിയ ഒരു സംഭാഷണം സഭയിൽ പങ്കുവയ്ക്കുമ്പോഴാണ് രാഹുൽ ഈ വാക്ക് പറഞ്ഞത്. ഇഡിയറ്റ്. ഒരു വിദ്യാർത്ഥിയെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, രാജ്യത്ത് 3 തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന് വിദ്യാർത്ഥികൾ, 2 വിഡ്ഢികൾ, പിന്നെ ആ വിഡ്ഢികളെ പിന്തുണയ്ക്കുന്ന അന്ധരായ ഭക്തർ. എല്ലാ അറിവും തനിക്കില്ലെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുന്ന തുറന്ന മനസ്സും ഹൃദയവുമുള്ളവരാണ് വിദ്യാർത്ഥികൾ എന്നുമാണ് ആ കുട്ടി പറഞ്ഞതായി രാഹുൽ സഭയിൽ നിർവചിച്ചു. സത്യത്തിൽ ഭാരതത്തിൽ നിലനിൽക്കുന്ന ഒരു വിദ്യാർത്ഥി സങ്കല്പം മാത്രമാണ്, അല്ലാതെ അത് പുതിയതായി ആരും പറഞ്ഞതല്ല, ആരും എങ്ങു നിന്നും ചുമന്ന് കൊണ്ടുവന്നതുമല്ല. ഇതം വിദ്യാർത്ഥി ലക്ഷണം എന്നൊക്കെ പറഞ്ഞ് ഭാരതം പലതും പറഞ്ഞു വച്ചിട്ടുണ്ട് പണ്ട് തന്നെ. ലോകത്തിൽ തന്നെ ഏറ്റവും പുരാതനമായ ഭാരതീയ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ ഇങ്ങനെ നിരവധി നിർവചനങ്ങളുണ്ട്. അതിൽ നിന്ന് കടമെടുത്ത് രാഹുൽ ഒരു കഥയുണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എന്തിനാണ് കഥ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ, ഇഡിയറ്റ് എന്ന് ചിലരെ പരോക്ഷമായി ഒന്ന് വിളിക്കണം. നേരിട്ട് വിളിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പലരെയും ഇതിനു മുമ്പ് വിളിച്ചതിന് പലതവണ മാപ്പ് പറയേണ്ടി വന്ന ചരിത്രം രാഹുലിനുണ്ട്. കോടതി ശിക്ഷയും ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടും പഠിക്കാത്ത ഒരു നേതാവാണ് അദ്ദേഹം. എന്നാൽ ഈ പ്രയോഗത്തിലെ 2ഉം 3ഉം വാചകങ്ങളിലൂടെ സത്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ആ പെൺകുട്ടി ഉദ്ദേശിച്ചത് രാഹുലിനെ തന്നെയാണ് എന്നാണ്.